ഗസയിൽ വെടിനിർത്തലിന് നിർബന്ധിതനായതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പതനത്തിന് കൂടിയാണ് തുടക്കമായിരിക്കുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സമാധാന കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിനകത്ത് നടന്ന പല സർവേകളിലും നെതന്യാഹുവിന്റെ ജനപ്രീതിക്ക് വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഈ പതനം ഏതാണ്ട് പൂർത്തിയാകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇസ്രായേലിൽ നിന്ന് വരുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടൽ, ഇന്റർനാഷണൽ കോർട്ടിൽ നിലനിൽക്കുന്ന കേസുകൾ, ഇസ്രായേലിനകത്തും സ്വന്തം പാർട്ടിയിലും മുന്നണിയിലുമുള്ള വെല്ലുവിളികൾ, അഴിമതി കേസുകൾ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഹമാസിനെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച് ഒടുവിൽ ഹമാസ് പ്രതിനിധിയോടൊപ്പം ഇരുന്ന് സമാധാന കരാറിൽ ഒപ്പിടുന്നത് വരെ എത്തിയിരിക്കുന്നു കാരണങ്ങൾ. നെതന്യാഹുവിന്റെ പതനത്തിന് ഈ കാരണങ്ങളെല്ലാം ആക്കം കൂട്ടുന്നതാണ്. സമാധാന കരാർ ഒപ്പിടുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ പാർലമെന്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ചപ്പോൾ പോലും നെതന്യാഹുവിന്റെ മുഖത്ത് അദ്ദേഹം നേരിടുന്ന പരാജയത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. അഴിമതി കേസുകളിൽ നെതന്യാഹുവിന് മാപ്പ് നൽകിക്കൂടെ എന്ന് തന്റെ സുഹൃത്തിന് വേണ്ടി ഇസ്രായേൽ പ്രസിഡന്റിനോട് അപേക്ഷിക്കുന്ന ട്രംപിനെയാണ് നാം കണ്ടത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ ട്രംപിന് കിട്ടിയ കയ്യടിയുടെ 10-1 പോലും നെതന്യാഹുവിന് ലഭിച്ചതുമില്ല. മോചിപ്പിക്കപ്പെട്ട ബന്ധുക്കളുടെ കുടുംബം പോലും നെതന്യാഹുവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ. അവർ നന്ദി പറഞ്ഞതും കൈയടിച്ചതുമെല്ലാം ട്രംപിന് മാത്രമാണ്. നെതന്യാഹുവിനെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ കൈക്കൊണ്ടത്. ഇത്രയധികം നാൾ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തടവറയിൽ കഴിയേണ്ടി വന്നതിന്റെ കാരണക്കാരൻ നെതന്യാഹു ആണെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങൾ പറയുന്നു. ഒരു വേള നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അവർ. നെതന്യാഹുവിന് തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവനേക്കാൾ പ്രധാനം യുദ്ധമാണെന്നും ഒരിക്കലും സാധിക്കാത്ത ഹമാസിന്റെ തകർച്ച വരെ തങ്ങളുടെ കുടുംബാംഗങ്ങൾ തടവറയിൽ കഴിയണോ എന്നും അവർ ചോദിച്ചിരുന്നു. എല്ലാ വീക്കെൻഡുകളിലും അവർ തെൽ അവീവിലും നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലും ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധങ്ങളും നടത്തി. അതിനാൽ തന്നെ ഇപ്പോൾ സാധ്യമായിരിക്കുന്ന ബന്ദിമോചനം പോലും ട്രംപിന്റെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഇസ്രായേലികൾ വിശ്വസിക്കുന്നത്. അവർ കൈയടിക്കുന്നത് ട്രംപിന് മാത്രമാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇനി ഒരിക്കൽ കൂടി അവസരം ലഭിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളികൾ ഇസ്രായേലിനകത്തുനിന്ന് തന്നെ നെതന്യാഹുവിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഒക്ടോബർ 7 തിരിച്ചടിക്ക് ശേഷം IDF പുറത്തിറക്കിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അവർക്ക് 1152 സുരക്ഷാ ജീവനക്കാരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായവരും പോലീസ് ഉദ്യോഗസ്ഥരും ഷിൻബത്ത് ഏജന്റ്മാരും സിവിലിയൻ പട്ടാളക്കാരും ഉൾപ്പെടുന്നു. സമീപകാലത്തുണ്ടായ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആൾനാശമാണിത്. ഇതിന് നെതന്യാഹു തീർച്ചയായും ഇസ്രായേൽ ജനതയോട് മറുപടി പറയേണ്ടി വരും. യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് ഇപ്പോൾ ആ രാജ്യം നേരിടുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള നെതന്യാഹുവിന്റെ പിടിപ്പുകേടാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇസ്രായേൽ ജനത വിശ്വസിക്കുന്നത്. യുദ്ധത്തിനു വേണ്ടി സിവിലിയന്മാരെ കൂടുതലായി പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതോടെ അവരെല്ലാം ഇടപെട്ടിരുന്ന തൊഴിൽ മേഖലകൾ പൂർണ്ണമായും തകർന്നു. ഗസയിൽ നിന്നുള്ള തൊഴിലാളികളെ നിരോധിച്ചതോടുകൂടി ഇസ്രായേലിലെ നിർമ്മാണ പ്രവർത്തികളെല്ലാം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും തകരുന്ന അവസ്ഥയും ഉണ്ടായി. പിന്നീട് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അത് വളരെ ചെലവേറിയതായിരുന്നു. അനിശ്ചിതത്വം തുടരുന്ന ഇസ്രായേലിൽ നിക്ഷേപം നടത്താൻ സ്വകാര്യ കമ്പനികൾ തയ്യാറാകാത്ത സ്ഥിതിയും ഉണ്ടായി. സാമൂഹ്യക്ഷേമത്തിനും രാഷ്ട്ര വളർച്ചയ്ക്കും ഉപയോഗിക്കേണ്ടിയിരുന്ന രാജ്യത്തിന്റെ GDPയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം യുദ്ധത്തിനും സൈന്യത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നത് മറ്റു മേഖലകളെയും തളർത്തി. യുദ്ധവും അനിശ്ചിതത്വവും കാരണം അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസികൾ ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗും താഴ്ത്തുന്ന സ്ഥിതിയുണ്ടായി. ചെങ്കടൽ വഴിയുള്ള വ്യാപാരം പൂർണ്ണമായും ഇസ്രായേലിന് ഈ യുദ്ധകാലത്ത് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു കപ്പലും ചെങ്കടൽ വഴി കടത്തിവിടില്ലെന്ന് ഹൂത്തികൾ നിലപാടെടുത്തു. ടൂറിസം, ടെക്നോളജി, തൊഴിൽ, കൃഷി തുടങ്ങി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകേണ്ടിയിരുന്ന ഒരു മേഖലയിലും ഈ യുദ്ധകാലത്ത് ഇസ്രായേലിന് മുന്നേറാനായില്ല. ഇത്തരത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം കഴിഞ്ഞ 72 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയത് നെതന്യാഹുവിന്റെ കാലത്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ രാജ്യത്തിനകത്തു നിന്ന് തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. യുദ്ധകാലത്ത് ഇസ്രായേലിനകത്ത് നടന്ന എല്ലാ സർവേകളിലും അദ്ദേഹത്തിനെതിരെ വലിയ ജനരോഷം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് നെതന്യാഹു ഉള്ളത്. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളും അവരുടെ നേതാക്കളും നെതന്യാഹുവിനെതിരെ നിലപാടെടുക്കുന്നു എന്നതിൽ അത്ഭുതമില്ലെങ്കിലും യൂറോപ്യൻ യൂണിയനും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും പരസ്യമായി തന്നെ നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും ഗസ വിഷയത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചത് മറ്റൊരു ലോകക്രമത്തിന്റെ കൂടി സൂചനയായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ, ഇറാന്റെ നേതൃത്വം, മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖത്തർ തുടങ്ങി ഏതാണ്ട് എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവരുടെ നേതൃത്വങ്ങളും നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കെയ്റോയിലെ സമാധാന ഉച്ചകോടിയിൽ പോലും നെതന്യാഹുവിന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് ഈ ഒറ്റപ്പെടുത്തലിന്റെ ഭാഗമായാണ്.
ജൂതരുടെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ളതിനാലാണ് സമാധാന സമ്മിറ്റിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് ഔദ്യോഗികമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത്. പക്ഷേ വാസ്തവം അതായിരുന്നില്ല. സമ്മിറ്റ് നടക്കുന്നതിന്റെ അവസാന നിമിഷം മാത്രമാണ് നെതന്യാഹുവിന് ട്രംപ് ഇടപെട്ട് ഈ സമ്മിറ്റിലേക്ക് ഒരു ക്ഷണം തരപ്പെടുത്തിയതെങ്കിലും നെതന്യാഹു പങ്കെടുക്കാതിരുന്നതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടലാണ്. നെതന്യാഹു പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന് എർദുഗാനും ഖത്തർ നേതൃത്വവും ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഉൾപ്പെടെ നിലപാടെടുത്തതോടെയാണ് സമ്മിറ്റിൽ നിന്ന് നെതന്യാഹുവിനെ മാറ്റി നിർത്തിയത്. നെതന്യാഹു പങ്കെടുക്കില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് റജബ് തൊയ്യിബ് എർദുഗാൻ തന്റെ വിമാനം കെയ്റോയിൽ ഇറക്കാൻ സമ്മതിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നെതന്യാഹു പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾ ഈ സമ്മിറ്റ് ബഹിഷ്കരിക്കുമെന്ന് എർദുഗാനും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയും ഉൾപ്പെടെ നിലപാടെടുത്തിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു ഭാഗത്ത് അറബ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിഷ്കരണമാണെങ്കിൽ മറുഭാഗത്ത് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം സമ്മിറ്റിൽ പങ്കെടുത്താൽ തീവ്ര വലതുപക്ഷ നേതാക്കൾക്കിടയിൽ നിന്നും ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുമെന്ന ഭയവും നെതന്യാഹുവിനെ വേട്ടയാടി. ഫലത്തിൽ ഏറ്റവും ചെറിയ ശക്തിയായി ഇസ്രായേൽ കാണുന്ന മഹ്മൂദ് അബ്ബാസ് സമ്മർദ്ദം ചെലുത്തിയാൽ പോലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നെതന്യാഹു ദുർബലനായിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിഷ്കരണവും സമ്മർദ്ദവും ഒരു ഭാഗത്ത് നിന്ന് തുടരുമ്പോൾ സമാനമായതോ അതിനേക്കാൾ ശക്തിയേറിയതോ ആയ സമ്മർദ്ദങ്ങളാണ് നെതന്യാഹുവിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. അയർലൻഡ്, സ്പെയിൻ, നോർവേ, ഫ്രാൻസ്, ബെൽജിയം, ഇറ്റലി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം നെതന്യാഹുവിനെതിരാണ്. പല രാജ്യങ്ങളിലേക്കും ഇനി നെതന്യാഹുവിന് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തങ്ങളുടെ അതിർത്തിയിൽ പ്രവേശിച്ചാൽ നെതന്യാഹുവിനെതിരായ ICCയുടെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുമെന്ന് ഈ രാജ്യങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ പോലും ഇനി നെതന്യാഹുവിന് പ്രവേശിക്കാനാകില്ല. ഇത്തരത്തിൽ ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും ഏറ്റവും വലിയ പതനമാണ് ഈ യുദ്ധകാലത്ത് നെതന്യാഹുവിന് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഒരു അധികാര സ്ഥാനം സ്വപ്നം കാണാൻ നെതന്യാഹുവിന് സാധിക്കുകയുമില്ല. അധികാരത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ ചെയ്തു കൂട്ടിയ ക്രൂരതയുടെ ഫലങ്ങൾ ഓരോന്നും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടിയും വരും.